സംസ്ഥാന സർക്കാരിനും ഹാരിസൺ മലയാളം കമ്പനിക്കും തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റ് വ്യാജ പ്രമാണം ചെയ്ത് വിറ്റുവന്ന കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർണായക ഇടപെടൽ. ക്രിമിനൽ അന്യായത്തിന്മേൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ട്രസ്റ്റിന് വ്യാജരേഖകൾ ചമച്ച് ഉടമസ്ഥാവകാശം കൈമാറിയെന്നാണ് കേസ്. പ്രമുഖ ഇലക്ട്രോണിക് ബ്രാൻഡായ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അത്യാധുനിക ഇന്നോവേഷൻ ക്യാമ്പസിന്റെ ഒന്നാം ഘട്ടം കാക്കനാട് കിൻഫ്ര EMC പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഇന്നോവേഷൻ ക്യാമ്പസിന്റെ സോഫ്റ്റ് ലോഞ്ചും നിർവഹിച്ചു. 120 കോടി രൂപയിലേറെ മുതൽ മുടക്കിൽ 3 ഏക്കറിൽ 1,10,338 ചതുരശ്ര അടിയിലാണ് വി-ഗാർഡിന്റെ ഇന്നോവേഷൻ ക്യാമ്പസ്. ഒന്നാം ഘട്ടത്തിൽ അത്യാധുനിക ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുകൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. കൊളാബറേറ്റീവ് വർക്ക് സ്പേസുകൾ, കസ്റ്റമർ എക്സ്പീരിയൻസ് സെന്ററുകൾ എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ഗവേഷണത്തിനും നൂതന സാങ്കേതിക വിദ്യകൾക്കും മുൻഗണന നൽകുന്ന വി-ഗാർഡിന്റെ പുതിയ സംരംഭം സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. ഏറെ തൊഴിലവസരം സൃഷ്ടിക്കുന്ന കേരളത്തിൻ്റെ വ്യവസായ നയത്തോട് ചേർന്ന് നിന്ന് നയിക്കുന്ന ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സെന്റർ നേരത്തെ നാടുമുറിച്ചു ഉദ്ഘാടനം ചെയ്ത കാര്യം ആദ്യം തന്നെ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മന്ത്രിയായി ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങളുടെ ഒരു വെഡ്നസ്ഡേ മീറ്റിംഗ്സ് ആരംഭിച്ചിരുന്നു. അതിൻ്റെ പ്രത്യേക ഡാഷ്ബോർഡും ഒരു ഫോളോ അപ്പ് ചാർട്ടും എല്ലാം ഉണ്ട്. TCS ഉണ്ട്, ഇവരുണ്ട്. അപ്പം ഞാൻ കൊച്ചോത്സവത്തിൻ്റെ പുള്ളി വിളിച്ചല്ല, നമുക്ക് അവിടെ തുടങ്ങണ്ടേ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മക്കളാണ് വിധുലാണ് നോക്കുന്നത്, അദ്ദേഹത്തിന് വളരെ ചില പ്ലാനുണ്ട്, ഞാൻ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. തൃക്കാക്കര MLA ഉമാ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി-ഗാർഡ് സ്ഥാപകൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, ഭാര്യ ഷീല കൊച്ചൌസേപ്പ്, വി-ഗാർഡ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ K. ചിറ്റിലപ്പള്ളി, ഡയറക്ടറും COOയുമായ രാമചന്ദ്രൻ V, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആന്റണി സെബാസ്റ്റ്യൻ, വി-ഗാർഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ റീന മിഥുൻ ചിറ്റിലപ്പള്ളി, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.